കലിയോഗം ഭാഗം 9. ഭക്ഷണം കഴിച്ചോ? അവൾ ചോദിച്ചു. ഞാൻ കഴിച്ചു കഴിഞ്ഞു. കൈ കഴുകുമ്പോഴാ മെസ്സേജ് കണ്ടത്. നീ കഴിച്ചില്ലേ? അവൻ ചോദിച്ചു. കഴിച്ചു വെച്ചുവേട്ടാ, അവൾ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അങ്ങനെ നല്ല കുട്ടിയായിട്ടിരിക്കണം. അന്നത്തെ ആ സംഭവത്തിന് ശേഷം നീ നന്നായി ക്ഷീണിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാതെ ടെൻഷനും സങ്കടവും എല്ലാം ആയിരുന്നല്ലോ. ഇനി അതൊന്നും വേണ്ട. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. എനിക്ക് ആവശ്യമുള്ളതാണ്, അവൻ പറഞ്ഞു. പക്ഷേ അവൾക്ക് ആദ്യം മനസ്സിലായില്ല. എന്താ? അവൾ പതുക്കെ ചോദിച്ചു. എന്നെ താങ്ങാനുള്ളതല്ലേ? അവൻ കുറുമ്പോടെ പറഞ്ഞതും നന്ദിതയുടെ ഹൃദയം ഒന്ന് വിറച്ചു. അച്ചുവേട്ടാ, അവൾ നാണത്തോടെയായിരുന്നു വിളിച്ചത്. അവളുടെ ചുണ്ടുകളിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശരി, ഞാൻ പിന്നീട് വിളിക്കാം. ഇപ്പോ ക്ലാസ്സിന് പോകേണ്ടേ? അവൻ ചോദിച്ചു. അവൾ തലകുലുക്കി. വൈകിട്ട് ഞാൻ വരും, മറക്കണ്ട. അവന്റെ ശബ്ദത്തിൽ വീണ്ടും അതേ ഉറപ്പുണ്ടായിരുന്നു. അവൾ മൃദുവായി ഒന്ന് മൂളി. ഫോൺ കട്ടായതും നന്ദിത കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. അവളുടെ ശരീരത്തിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്തതുപോലെ അവൾക്ക് തോന്നി. ഹൃദയം വല്ലാതെ മിടിക്കുകയായിരുന്നു. അതേസമയം ഓഫീസിൽ തന്റെ ക്യാബിനിൽ ഇരുന്ന അർജുൻ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ സന്തോഷമുണ്ടായിരുന്നു, ഒപ്പം പ്രണയവും. നന്ദ, ശാലിനിയുടെ ശബ്ദം ചെവിയിൽ പതിഞ്ഞതും നന്ദിത ഞെട്ടലോടെയാണ് തല ഉയർത്തിയത്. അവൾ ചുറ്റുമൊന്ന് നോക്കി. അപ്പോഴാണ് താൻ എവിടെയാണ്, ഇത്രയും സമയം പഴയ ഓർമ്മകളിലായിരുന്നു എന്ന് അറിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും എന്തുപറ്റി? ശാലിനി അവളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. നന്ദിത ഒരു ദീർഘനിശ്വാസം വിട്ടു. എനിക്ക് വീട്ടിൽ പോണം ശാലു, അവൾ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു. നീ പഴയതെല്ലാം ഓർത്തിരിക്കായിരുന്നോ? ശാലിനി ചോദിച്ചു. അതിന് നന്ദിത മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ലീവ് എടുത്തോട്ടെ? മനസ്സ് ശരിയല്ല, എനിക്കെന്റെ മോളെ കാണാൻ തോന്നുന്നു, അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ വീണ്ടും ആ പഴയ ഭയം തെളിഞ്ഞു. ശാലിനി അവളെ ശ്രദ്ധിച്ചു നോക്കി. കോളേജ് ക്യാമ്പസിന്റെ ഒരു ഭാഗത്തുള്ള വലിയ മരച്ചുവട്ടിൽ ഒറ്റയ്ക്കിരുന്ന് അവൾ ശൂന്യമായി മുന്നിലേക്ക് നോക്കി. അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞത് പഴയ സംഭവങ്ങളായിരുന്നു. വിക്രമും അവന്റെ കൂട്ടുകാരും, ആ അപമാനം, അന്ന് അനുഭവിച്ച പേടി, അതിനുശേഷമുള്ള ഓരോ ദിവസവും. അതിനു മുകളിൽ ഇപ്പോൾ അർജുനെ കണ്ടതും അവനോട് മനസ്സടുക്കുന്നതും, ദിലീപ് സാറിന്റെ സമ്മർദ്ദം, നന്ദൻ പൂർണ്ണമായിട്ടും പഴയതുപോലെ നടന്നു തുടങ്ങാത്തത്, ഇപ്പോൾ കുഞ്ഞിന് വന്ന ചെറിയ വയ്യായികയും എല്ലാം കൂടി അവളുടെ മനസ്സിനെ വീണ്ടും തളർത്തി. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. അപ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നന്ദിത എത്രത്തോളം മാനസികമായി തളർന്നിരിക്കുകയാണ് എന്ന് ശാലിനിക്ക് മനസ്സിലായത്. ശരി, ശാലിനി അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. നീ ലീവ് എടുത്തോ, ഒന്നും ചിന്തിക്കേണ്ട, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. ദിലീപ് സാറിനെ പറ്റിയോ അർജുനെ പറ്റിയോ ഒന്നും ഇപ്പോൾ ആലോചിക്കണ്ട. നന്ദിത മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. ഞാൻ കൊണ്ടുപോയി ആക്കി തരണോ? ശാലിനി ചോദിച്ചു. വേണ്ട, നന്ദിത പതുക്കെ തലകുലുക്കി. ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റു. ശാലിനി അവളെ ആശങ്കയോടെ നോക്കി നിന്നു. നന്ദിത പതുക്കെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ഓഫീസ് റൂമിൽ കയറി ലീവ് പറഞ്ഞ ശേഷം ബാഗ് എടുത്തു. അവളുടെ മുഖത്ത് ക്ഷീണം വ്യക്തമായിരുന്നു. കോളേജ് വരാന്തയിലൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സ് അപ്പോഴും അസ്വസ്ഥമായിരുന്നു. പക്ഷേ ആ അസ്വസ്ഥതയ്ക്ക് ഇടയിലും അർജുന്റെ ശബ്ദം വീണ്ടും വീണ്ടും അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നന്ദിത കാറിൽ കയറിയതും അങ്ങനെ തന്നെ ഇരുന്നു. കുറച്ചു നേരം സ്റ്റിയറിംഗിൽ തലവെച്ച്. അർജുൻ എന്തിനായിരിക്കും തിരുവനന്തപുരത്ത് വന്നത്? എന്നെ അന്വേഷിച്ചായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല, എന്നെ അന്വേഷിച്ച് വരില്ല, അവൾ സ്വയം പറഞ്ഞു. പിന്നെ കാറെടുത്തു. നന്ദിതയുടെ കാറ് കോളേജ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് നീങ്ങുമ്പോഴും അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷമെങ്കിലും എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവൾക്ക് തോന്നി. ദിലീപ് സാറിന്റെ വാക്കുകൾ, വിക്രമിന്റെ ഭീഷണി, നന്ദന്റെ അവസ്ഥ, അർജുന്റെ സാന്നിധ്യം, സ്വന്തം മനസ്സിന്റെ ഭയം, എല്ലാം കൂടെ അവളിൽ നിന്നും വലിച്ചിഴക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞ് അവൾ ദീർഘമായി ശ്വാസം വിട്ടു. പക്ഷേ അവൾ അറിയുന്നില്ലായിരുന്നു, അവളുടെ കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നത് നോക്കി മറ്റൊരാൾ അവിടെ കാത്തിരുന്നു എന്ന്. കോളേജ് ഗേറ്റിന്റെ എതിർവശത്ത് പാർക്ക് ചെയ്തിരുന്ന ബ്ലാക്ക് BMW ഡ്രൈവിംഗ് സീറ്റിൽ അർജുൻ ഇരിക്കുകയായിരുന്നു. രാവിലെ അവൾ കോളേജിൽ എത്തിയ സമയം മുതൽ ഒരു നിമിഷം പോലും അവൻ അവിടെ നിന്ന് പോയിരുന്നില്ല. കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിലും കണ്ണുകൾ മുഴുവനും കോളേജ് ഗേറ്റിലേക്കായിരുന്നു. അവൾ വൈകുന്നേരം പുറത്തേക്ക് വരുന്നത് വരെ കാത്തു നിൽക്കാൻ തയ്യാറായി തന്നെയാണ് അർജുൻ അവിടെ നിന്നത്. അവളുടെ മുഖമൊന്ന് കാണാൻ, അത്രമാത്രം അവളെ കാണാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. ദേഷ്യവും പരാതിയും പരിഭവങ്ങളും എല്ലാം അവന് അവളോടുണ്ടായിരുന്നു. അപ്പോഴാണ് നന്ദിതയുടെ കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് വന്നത്. അവളുടെ കാറ് കണ്ട നിമിഷം
അർജുന്റെ കണ്ണുകൾ വിടർന്നു. അവൻ വാച്ചിലേക്ക് സമയം നോക്കി. ഇപ്പോൾ അവൾ പുറത്തേക്ക് പോയത് കോളേജ് ടൈം ആണല്ലോ. പക്ഷെ അടുത്ത നിമിഷം അവന്റെ മുഖം ചൊളിഞ്ഞു. കാറിനുള്ളിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അവളുടെ കാറിന് പിന്നാലെ അകലം പാലിച്ച് അവന് നീങ്ങി. വണ്ടി നഗരത്തിന്റെ തിരക്ക് വിട്ട് അല്പം ശാന്തമായ റോഡിലേക്ക് കയറുമ്പോഴും നന്ദിതയുടെ മനസ്സ് പഴയ ഓർമ്മകളിൽ കുടുങ്ങിയിരുന്നു. അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ എന്റെ ജീവിതം ഇങ്ങനെയായത്? അവൾ സ്വയം ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോൺ എടുത്തു നോക്കി. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അമ്മ. അവൾ വേഗം കാറ് സൈഡിലേക്ക് ഒതുക്കി നിർത്തി. കണ്ണിന്റെ കോണിൽ നിറഞ്ഞിരുന്ന കണ്ണീർ വേഗം തുടച്ചു മാറ്റി ഫോൺ എടുത്തു. ഹലോ അമ്മേ. മോളെ. എന്താ അമ്മേ? ഒന്നുമില്ല മോളെ. മോളെ കോളേജിൽ പോയോ എന്ന് ചോദിക്കാനായിരുന്നു. നന്ദിത കണ്ണുകൾ അടച്ചു ദീർഘമായി ശ്വാസം വിട്ടു. പോയമ്മേ. പക്ഷേ എന്താ മോളെ? എനിക്ക് കുഞ്ഞിനെ കാണാൻ തോന്നി. എനിക്കെന്തോ ഒരു അസ്വസ്ഥത പോലെ. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുക. അവൾ പതിയെ പറഞ്ഞു. ആണോ? മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മേ. മോൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? അമ്മ ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അവരുടെ ശബ്ദം വിറച്ചിരുന്നു. നന്ദിതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കുഴപ്പമില്ല അമ്മേ. ലീവ് പറഞ്ഞിട്ടാണോ വരുന്നത്? പറഞ്ഞമ്മേ. ശരി, വീട്ടിലെത്തി എന്നെ വിളിക്കണം കേട്ടോ. വിളിക്കാം അമ്മേ. ഫോൺ കട്ടായതും നന്ദിത കുറച്ചു നേരം കണ്ണുകൾ അടച്ചിരുന്നു. എന്തോ മനസ്സ് മുഴുവനും ഒരു ഭയം. അർജുൻ തിരിച്ചു പോയിട്ടുണ്ടാകുമല്ലോ, അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു. പിന്നെ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിഞ്ഞു. അതേസമയം അവൾ വണ്ടിയെടുത്തതും അവളുടെ പുറകെ തന്നെ അവന്റെയും വണ്ടിയെടുത്തു. അവന്റെ ഹൃദയം ഒന്ന് ശക്തമായി മിടിച്ചു. കാറ് ഒരു വീടിന്റെ ഗേറ്റിനുള്ളിലേക്ക് കയറി. അടുത്ത നിമിഷം കാറിന്റെ ഡോറ് തുറന്ന് നന്ദിത പുറത്തേക്ക് ഇറങ്ങി. അവൻ വേഗം കാറ് കുറച്ച് പിന്നിലേക്ക് എടുത്തു. ഗേറ്റ് മുഴുവൻ വ്യക്തമായി കാണാത്ത രീതിയിൽ കാറ് മാറ്റിയിട്ട് അവൻ കാറിൽ നിന്നും ഇറങ്ങി. അവൻ പതിയെ നടന്നു. ഗേറ്റിനടുത്തേക്ക് വന്നു. അകത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് പോയി. അവളുടെ നെഞ്ചോട് ചേർന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് പിടിച്ചിരിക്കുകയായിരുന്നു നന്ദിത. അത് കണ്ട നിമിഷം അർജുന്റെ നെഞ്ചിന്റെ ഉള്ളിൽ എന്തോ തകർന്നതുപോലെ തോന്നി. മുഖത്തെ നിറം മങ്ങി. ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടായി. എങ്കിലും കണ്ണുകൾ അവിടെ നിന്നും മാറിയില്ല. നന്ദിത ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. കുഞ്ഞ് ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവന്റെ ഹൃദയം വിങ്ങി. അറിയാതെ അവന്റെ കൈകൾ വിറച്ചു. ആ കുഞ്ഞ്. അവന്റെ ചുണ്ടുകൾ മൃദുവായി ചലിച്ചു. അത് അവളുടെ കുഞ്ഞാണെങ്കിൽ? അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. അത് എന്റെ കുഞ്ഞ് തന്നെയല്ലേ? ആ ചിന്ത തന്നെ അവനെ തകർത്തു. പെട്ടെന്ന് അവൻ കാറിലേക്ക് കയറി. സ്റ്റിയറിംഗിൽ തലയിടിച്ചു. സ്വന്തം കവളിൽ 2-3 പ്രാവശ്യം ശക്തമായി അടിച്ചു. കണ്ണുകളെല്ലാം ചുവന്ന് കത്തി. മനസ്സിൽ ഒരേ സമയം സങ്കടവും ദേഷ്യവും വേദനയും തോന്നി. എന്റെ പെണ്ണ്, എന്റെ കുഞ്ഞ്. അവൻ സ്വയം മുടിയിൽ വിരലുകൾ കോർത്തു വലിച്ചു. അകത്തേക്ക് ഓടിച്ചെന്ന് എല്ലാം ചോദിക്കണമെന്നൊരു തോന്നൽ. ആ കുഞ്ഞ് ആരുടേതാണെന്ന് അറിയാം, എന്റെയാണ് എന്ന് അവളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ഒരു ആഗ്രഹം. നന്ദിതയുടെ കണ്ണുകളിലേക്ക് നോക്കി സത്യം കേൾക്കണം. അവൻ പെട്ടെന്ന് കാർ ഡോർ തുറന്നു പുറത്തേക്കിറങ്ങാൻ. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൻ നിശ്ചലമായി. ഇല്ല, ഇപ്പോൾ അങ്ങനെ പോയാ അവൾ വീണ്ടും പേടിച്ചു പോകും. അവൾ ഇപ്പോൾ തന്നെ എത്രത്തോളം തകർന്നിരിക്കുകയാണ്. അവൻ പതുക്കെ വീണ്ടും സീറ്റിലേക്ക് ചാരിയിരുന്നു. കണ്ണുകൾ അടച്ചു. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷേ അവന്റെ മനസ്സ് മുഴുവൻ അവിടെ തന്നെയായിരുന്നു. നന്ദിതയുടെ കൈകളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിന്റെ അടുത്ത്. കുറച്ചു നേരം കൂടി അർജുൻ അതേപോലെ കാറിനുള്ളിൽ തന്നെ ഇരുന്നു. കൈകൾ നെഞ്ചിൽ മുകളിൽ കൂട്ടിക്കെട്ടി സീറ്റിലേക്ക് തല ചായ്ച്ച് കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു അവൻ. പുറത്ത് സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിൽ അതിനേക്കാൾ കൂടുതൽ ഇരുണ്ടൊരു ശൂന്യത പടരുകയായിരുന്നു. മനസ്സ് മുഴുവനും നന്ദിതയും ആ കുഞ്ഞും. ആ ചെറിയ മുഖം ഓർമ്മ വന്നപ്പോൾ പോലും അവന്റെ നെഞ്ച് വിങ്ങി. അതെന്റെ കുഞ്ഞാണ്. അവൻ വീണ്ടും വീണ്ടും അതേ ചിന്തയിലേക്ക് വീണുപോയി. പക്ഷേ അതിനൊപ്പം തന്നെ അറിയാത്തൊരു സമാധാനവും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം താൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ആള് തന്റെ കണ്ണുകൾക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ സുരക്ഷിതയായിരുന്നു. അതുമാത്രം മതി എന്ന് മനസ്സിൽ ഒരു ഭാഗം പറയുമ്പോൾ മറ്റൊരു ഭാഗം അവളെ സ്വന്തമാക്കാൻ കൊതിച്ചു. അവളുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കണം എന്ന് തോന്നി. ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരിക്കലെങ്കിലും ചുംബിക്കണം എന്ന് തോന്നി. ആ ചിന്തകൾ തന്നെ അവനെ തകർത്തു. അറിയാതെ കണ്ണുകൾ നിറഞ്ഞു.
അവൻ കൈ ഉയർത്തി കണ്ണുകൾ അമർത്തി തുടച്ചു. ഇത്രയും സമാധാനമായി താൻ അവസാനമായി ഉറങ്ങിയത് എപ്പോഴാണെന്ന് പോലും അവന് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ഇന്ന് കണ്ണുകൾ അടച്ച ആ ചെറിയ നിമിഷത്തിൽ പോലും അവന് ഒരു സമാധാനം തോന്നിയിരുന്നു. താൻ കാണാൻ കൊതിച്ച ആള്, തിരഞ്ഞു നടന്ന ആള് ഇത്ര അടുത്ത് ഉണ്ടായെന്നറിഞ്ഞതിന്റെ ആശ്വാസം അതിനെ ഇരട്ടിയായി. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തോന്നിയ സന്തോഷവും വേദനയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അവൻ ദീർഘമായി ശ്വാസം വിട്ടു. പിന്നെ കാറ് സ്റ്റാർട്ട് ചെയ്തു. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ആ വീടിന്റെ ഗേറ്റിലേക്ക് നോക്കി. അവളുടെ ഒരു നിഴലെങ്കിലും വീണ്ടും കാണാനാകുമോ എന്ന പ്രതീക്ഷയിൽ. പക്ഷെ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു. അവൻ പതിയെ കണ്ണുകൾ അടച്ചു. പിന്നെ BMW പതുക്കെ റോഡിലേക്ക് നീങ്ങി. അതേസമയം നന്ദിത കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കയറി. അപ്പോഴേക്കും ശാരദ ചേച്ചി ഒരു കപ്പ് കാപ്പിയുമായി അകത്തേക്ക് വന്നു. മോളെ, ഇത് കുടിച്ചിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങൂ, അവർ സ്നേഹത്തോടെ പറഞ്ഞു. ചിലപ്പോ കുഞ്ഞിന്റെ പനി മോൾക്കും പിടിച്ചതായിരിക്കും. മുഖം മുഴുവൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. നന്ദിത ചെറുതായി ഒന്ന് ചിരിച്ചു. ഒന്നുമില്ല ചേച്ചി. എന്നാലും അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന തളർച്ച ശാരദ ചേച്ചി കണ്ടിരുന്നു. മോളെ, കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്, രണ്ടുപേരും കൂടി കിടന്നുറങ്ങ്, ഞാൻ എല്ലാ പണിയും തീർത്തോളാം, അവർ പറഞ്ഞതും നന്ദിത തലകുലുക്കി. കാപ്പി പതുക്കെ കുടിച്ചിറക്കുമ്പോഴും അവളുടെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. അർജുന്റെ ശബ്ദം, അവന്റെ കരുതൽ, അതെല്ലാം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. ശാരദ ചേച്ചി കപ്പെടുത്ത് പുറത്തേക്ക് പോയതും മുറിയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. നന്ദിത പതുക്കെ കുഞ്ഞിനെ ബെഡിൽ കിടത്തി. പിന്നെ അവളും കുഞ്ഞിന്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു. ആ ചെറിയ മുഖം കുഞ്ഞ് ഉറക്കത്തിനിടയിലും ചെറുതായി ചിരിക്കുന്നുണ്ടായിരുന്നു. നന്ദിതയുടെ വിരലുകൾ അറിയാതെ കുഞ്ഞിന്റെ കവിളിൽ തഴുകി. അപ്പോഴേക്കും അവളുടെ മനസ്സിലേക്ക് അർജുന്റെ മുഖം തെളിഞ്ഞു വന്നു. ആ പുഞ്ചിരി, ആ കണ്ണുകൾ, ആ ശബ്ദം. വളരെ കുറച്ച് ദിവസമേ തങ്ങൾ ഒരുമിച്ച് പ്രണയിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ചെറിയ സമയം പോലും അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹര ഓർമ്മയായി മാറിയിരുന്നു. ഇന്ന് ആ പ്രണയത്തിന്റെ ഒരു ഭാഗം പോലെ അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ കുഞ്ഞ് കിടക്കുകയാണ് എന്ന് അവൾക്ക് തോന്നി. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ചുവേട്ടാ, അവൾ പതിയെ വിളിച്ചു. പക്ഷെ ആ വിളി അവളുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ ഒതുങ്ങി. കുഞ്ഞിനെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു. കണ്ണടച്ചപ്പോൾ അവളുടെ മനസ്സിൽ പഴയ പ്രണയത്തിന്റെ ഓർമ്മകൾ വീണ്ടും പൂത്തുലഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും അവൾ പഴയ ഓർമ്മകളിലേക്ക് പോയി. അന്ന് വൈകുന്നേരം കോളേജിൽ നിന്നും നേരത്തെ ഇറങ്ങാനായിരുന്നു നന്ദിത തീരുമാനിച്ചത്. അർജുൻ തന്നെയായിരുന്നു പറഞ്ഞത്, വൈകിട്ട് ഞാൻ വരും എന്ന്. അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞതും അവൾ ശാലിനിയോട് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങി. ബാഗ് എടുത്ത് കോളേജിന്റെ പടികൾ ഇറങ്ങുമ്പോഴും അവളുടെ ഹൃദയം അറിയാതെ വേഗത്തിൽ മിടിക്കുകയായിരുന്നു. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൾ ഫോൺ എടുത്ത് നോക്കി. അപ്പോഴേക്കും ഒരു മെസ്സേജ് വന്നിരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അർജുൻ. അവൾ വേഗം മെസ്സേജ് തുറന്നു. ഞാൻ പുറത്തുണ്ട്, ഓടിപ്പോകാൻ നോക്കേണ്ട, വന്ന മര്യാദയ്ക്ക് കാറിൽ കയറിക്കോ. അത് കേട്ടതും അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. പക്ഷെ അടുത്ത വോയിസ് കേട്ടതും അവളുടെ കണ്ണുകൾ വലുതായി. പിന്നെ കൂടെ ശാലിനിയോ മറ്റാരെങ്കിലോ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ എന്റെ നന്ദക്കൊച്ചിനെ എടുത്തുകൊണ്ടു പോകും, അല്ലെങ്കിൽ നേരെ വന്ന് കാര്യം പറയും. അപ്പോ എങ്ങനെയാണ്, വരാലേ? അച്ചുവേട്ടാ, അവൾ ചുണ്ടുകൾ കടിച്ചു ചിരിച്ചു. ആ കുറുമ്പ് നിറഞ്ഞ ഭീഷണിയിൽ പോലും അവൾക്ക് ഒരു സുരക്ഷിതത്വം തോന്നി. ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയതും അവൾ ചുറ്റുമൊന്ന് നോക്കി. പിന്നെ റോഡിന്റെ മറുവശത്ത് കണ്ണുകൾ നീങ്ങി. ആ നിമിഷം കാറിൽ ഇരുന്ന് അവളെ തന്നെ നോക്കുന്ന അർജുനെ കണ്ടു. ബ്ലാക്ക് BMW ഡ്രൈവിംഗ് സീറ്റിൽ കൈകൾ സ്റ്റിയറിംഗിൽ വെച്ച് ചാരിയിരുന്ന അവൻ അവളെ കണ്ടതും ചെറുതായി ഒന്ന് ചിരിച്ചു. അവളുടെ ഹൃദയം വീണ്ടും വേഗത്തിൽ മിടിച്ചു. ചുറ്റും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ വേഗം റോഡ് മുറിച്ചു കടന്നു. കാറിന്റെ അടുത്തെത്തിയതും അർജുൻ അകത്തുനിന്ന് തന്നെ ഡോറ് തുറന്നു കൊടുത്തു. അവൾ കാറിലേക്ക് കയറിയ നിമിഷം തന്നെ കാറ് അവിടെ നിന്നും പാഞ്ഞുപോയി. അവൻ അവളെ തന്നെ നോക്കി ചിരിച്ചു. കോഫി കുടിക്കണോ, അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് എന്റെ നന്ദ ഉണ്ടാക്കി തരുമോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ഞാൻ ഉണ്ടാക്കി തരാം. ആണോ? അവന്റെ കണ്ണുകളിൽ തിളക്കം നിറഞ്ഞു. എന്നാ പിന്നെ രാത്രി എന്താ പരിപാടി? ഡിന്നറിന് എന്തെങ്കിലും വാങ്ങണോ? അവൾ വീണ്ടും അവനെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, എന്താ ഉദ്ദേശം? ഉദ്ദേശമൊന്നുമില്ല. അവനൊന്ന് ചുണ്ടു ചുരുട്ടി. എന്റെ അമ്മായിമ്മയും അമ്മായപ്പനും അളിയനും വരുന്നത് വരെ എന്റെ പെണ്ണിന് കൂട്ടായി ഞാൻ ഉണ്ടാകും ആ വീട്ടില്. അത് കേട്ടതും നന്ദിതയുടെ കവിളുകൾ ചുവന്നു. അപ്പോ വീട്ടില് അനന്തിക്ക് ഒറ്റയ്ക്കാവില്ലേ? അവൾക്ക് കൂട്ടിന് ആളുണ്ട് അവിടെ. അതോർത്ത് എന്റെ പെണ്ണ് ടെൻഷൻ അടിക്കേണ്ട. അവൻ പറഞ്ഞതും അവളുടെ മനസ്സ് നിറഞ്ഞു. പറയ്, സൂപ്പർ മാർക്കറ്റിൽ നിർത്തണോ? എന്തെങ്കിലും വാങ്ങണോ? അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്താൽ മതിയോ?
വേണ്ട, ഞാൻ ഉണ്ടാക്കാം. ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടോ? ഫ്രിഡ്ജിലുണ്ട്. ആണോ? എന്നാ ശരി, ചെന്നൊന്ന് കുളിച്ചിട്ട് രാത്രിത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കാം. പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകാം. അവൻ പറഞ്ഞതും അവൾ, അച്ചൂട്ടൻ വരുന്നുണ്ടെന്നാണോ പറയുന്നത്? അതിനെന്താ, ഞാനും ഈശ്വരവിശ്വാസിയാ. അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. ആ യാത്ര മുഴുവൻ അവർ സംസാരിച്ചു. അവന്റെ ബാല്യം, അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടത്, ബന്ധുക്കളുടെ സ്വാർത്ഥത, ഒറ്റപ്പെടലുകൾ എല്ലാം നന്ദിത ശാന്തമായി കേട്ടിരുന്നു. പക്ഷേ അവന്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ തൊടുന്നുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കാറ് തിരിഞ്ഞതും നന്ദിതയുടെ കണ്ണുകൾ വീണ്ടും ചുറ്റും തിരിഞ്ഞു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊരു പേടി. അതെല്ലാം പ്രതീക്ഷിച്ചിരുന്ന പോലെ അർജുൻ അവളെ നോക്കി ചിരിച്ചു. പിന്നെ കാറ് ഗേറ്റ് കടന്ന് വീടിന്റെ മുന്നിൽ നിർത്തി. നന്ദിത വേഗം ഇറങ്ങി. ഇറങ്ങുമ്പോഴും ചുറ്റും നോക്കുന്നത് നിർത്തിയില്ല. അവൾ വേഗം ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയതും അർജുനും കാറിൽ നിന്നും ഇറങ്ങി. കയ്യിൽ ബാഗും കവറുമായി അവനും വേഗത്തിൽ അകത്തേക്ക് നടന്നു. അവൻ അകത്തേക്ക് കയറിയ നിമിഷം തന്നെ നന്ദിത വാതിലടച്ചു. എന്തിനാ ഇത്ര ടെൻഷൻ? അവൻ അവളുടെ കൈ പിടിച്ച് തന്റെ അടുത്തേക്ക് വലിച്ചു. ആരെങ്കിലും കണ്ടാലെന്താ, റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാ മതി. നന്നായി, ഇതുവരെ കാണാത്ത റിലേറ്റീവിനെ കണ്ട ഇവിടെയുള്ളവർക്ക് സംശയം തോന്നില്ലല്ലോ. അവൾ അവന്റെ മൂക്കിൽ പിടിച്ചു വലിച്ചു. ആ ചെറിയ കുറുമ്പ് പോലും അർജുന് പുതിയ അനുഭവമായിരുന്നു. അവൻ അവളെ നോക്കി നിന്നു. അതെ, ഞാൻ കോഫി എടുക്കാം, അവൾ പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. ഞാനും വരാം. അവൻ പിന്നാലെ പോയി. അച്ചുവേട്ടൻ ആദ്യം പോയി ഡ്രസ്സ് മാറിയിട്ട് വരൂ. രാവിലെ ധരിച്ചത് ഞാൻ മടക്കി റൂമിൽ വെച്ചിട്ടുണ്ട്. ആണോ? എന്നാ ഞാൻ പോയി മാറിയിട്ട് വരാം. അവൻ ബാഗും കയ്യിലെ കവറുകളുമായി റൂമിലേക്ക് പോയതും നന്ദിത അടുക്കളയിൽ പാല് വെച്ചു. സ്നാക്സ് ബോക്സ് തുറന്നപ്പോൾ അവൾക്ക് നന്ദുവിന്റെ വാക്കുകൾ ഓർമ്മ വന്നു. ഇതൊരു അക്ഷയപാത്രമാണ് എന്നാണ് അവൻ പറയുന്നത്. അതോർത്ത് അവൾ ചിരിച്ചു. ശരിയാണ്, ഇതില് എപ്പോഴും എന്തെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. നന്ദു അമ്മ കാണാതെ വന്ന് ഓരോന്ന് എടുത്ത് കഴിക്കുന്നതും ആ പതിവും അവൾക്ക് ഓർമ്മ വന്നു. അവൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അർജുൻ അടുക്കളയിലേക്ക് വന്നത്. തിരിഞ്ഞു നോക്കിയ നിമിഷം അവളുടെ ശ്വാസം മുട്ടി. അർജുൻ രാവിലെ ധരിച്ചിരിക്കുന്ന ഷർട്ട് മാറ്റി. കാവിമുണ്ടെടുത്ത് മേൽഭാഗത്ത് ഒരു ടവൽ മാത്രം. നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇനിയും കഴുത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നു പോയി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഈ കേൾക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വഴിയായിട്ട് കമന്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റോറി ഉടനെ വരും, നമ്മുടെ പ്രണയമഴ. അപ്പോൾ ബൈ.